നമസ്കാരം. മലയാളി വാർത്ത ഇൻഡെപ്തിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ കേട്ട ഏറ്റവും ദയനീയവും ഭയപ്പെടുത്തുന്നതുമായിട്ടുള്ള ഒരു വാർത്തയായിരുന്നു കുവൈറ്റിലെ പ്രവാസി ദമ്പതികളുടെ മരണവും കൊലപാതകവും ആത്മഹത്യയും നമ്മളിലേക്ക് പല ചോദ്യങ്ങളുമാണ് ഉയരുന്നത്. എങ്ങനെയാണ് മനുഷ്യന്മാരുടെ സ്വഭാവം ഇങ്ങനെയൊക്കെ മാറുന്നത്? സാധാരണ നിലയിൽ വളരെ സ്നേഹത്തോടു കൂടി കഴിഞ്ഞിരുന്ന, എല്ലാവരെയും സുഹൃത്തുക്കളായി പെരുമാറിയിരുന്ന, അമ്മയ്ക്കും അച്ഛനും അല്ലെങ്കിൽ ഭാര്യയും ഭർത്താവും മക്കളുമൊക്കെ വളരെ സന്തോഷത്തോടു കൂടി കഴിഞ്ഞ കുടുംബം എങ്ങനെയാണ് പെട്ടെന്ന് ഒരു മരണ വീടായി മാറുന്നത്? എങ്ങനെയാണ് പെട്ടെന്ന് ഒരു കൊലപാതകിയുടെ വീടായി മാറുന്നത്? ഈസ്റ്ററിന് മുൻപേ വലിയ ആഘോഷമായി ഈസ്റ്റർ ആഘോഷിക്കുകയും മക്കളും അച്ഛനും അമ്മയും ഒക്കെയായി എല്ലാവരും സന്തോഷിക്കുകയും ഒക്കെ ചെയ്ത ആ വീട് ദിവസങ്ങൾക്കിപ്പുറം ഇന്ന് മരണ വീടായി മാറിയിരിക്കുകയാണ്. കുവൈത്തിൽ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയ മലയാളി നഴ്സ് ദമ്പതികളായ കണ്ണൂർ ശ്രീകണ്ഠാപുരം സൂരജ്, അതുപോലെ തന്നെ ഡിഫൻസ് ആശുപത്രിയിൽ നഴ്സായ ഭാര്യ, എറണാകുളം കോലഞ്ചേരി സ്വദേശിയായിട്ടുള്ള ബിൻസി എന്നിവർക്ക് സഹപ്രവർത്തകരുടെയും സുഹൃത്തുക്കളുടെയും ബന്ധുക്കളുടെയും കണ്ണീരിൽ കുതിർന്ന യാത്രാമൊഴി. കുവൈത്തിലെ ഈ സബാഹ് ആശുപത്രിയിലായിരുന്നു പൊതുദർശനം നടത്തിയത്. പ്രതിരോധ മന്ത്രാലയം, ആരോഗ്യ മന്ത്രാലയം, ജാബർ ആശുപത്രി, നഴ്സിംഗ് അസോസിയേഷൻ എന്നിവർക്കു വേണ്ടി റീത്ത സമർപ്പിച്ചിരുന്നു. കുവൈറ്റിലെ ആരോഗ്യ വകുപ്പിലും പ്രതിരോധ മന്ത്രാലയത്തിനും നഴ്സുമാരായി ജോലി ചെയ്തു വരികയായിരുന്ന ഇരുവരും ഈ മെയ് 1 മലയാളികൾ തിങ്ങിപ്പാർക്കുന്ന അബ്ബാസിയയിലെ താമസ സ്ഥലത്ത് മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. ഇരുവരും രാത്രി ഡ്യൂട്ടി കഴിഞ്ഞ് വീട്ടിലെത്തിയ ശേഷം തർക്കം ഉണ്ടായതായാണ് സൂചന. തുടർന്ന് സൂരജ് ബിൻസിയെ കുത്തി കൊലപ്പെടുത്തിയ ശേഷം സ്വയം ജീവനൊടുക്കിയതായാണ് റിപ്പോർട്ട്. ഇവരുടെ മൃതശരീരം നാട്ടിലെത്തിച്ചിട്ടുണ്ട്. ഇന്ന് സംസ്കാരം നടക്കും. പോലീസിന്റെ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് പുറത്തുവരുമ്പോൾ ബിൻസിയെ കഴുത്തറത്ത നിലയിലാണ് കാണപ്പെട്ടത്. ഹാളിൽ രക്തം തളം കെട്ടിയ നിലയിലാണ് കാണപ്പെട്ടത്. ഭാര്യയെ കൊലപ്പെടുത്തിയ ശേഷം ഭർത്താവ് ആത്മഹത്യ ചെയ്തുവെന്നാണ് പോലീസിന്റെ നിഗമനം. സംഭവ ദിവസം രാത്രി ദമ്പതികളുടെ ഫ്ളാറ്റിൽ നിന്ന് ദമ്പതികൾ തമ്മിൽ വഴക്കിടുന്ന ശബ്ദം കേട്ടതായി അയൽക്കാർ പറയുന്നു. സ്ത്രീയുടെ ഉച്ചത്തിലുള്ള നിലവിളി കേട്ടെങ്കിലും ഫ്ളാറ്റ് അടച്ചിട്ടിരുന്നതിനാൽ തന്നെ ഇടപെടാൻ സാധിച്ചില്ല. ഫ്ളാറ്റിൽ നിന്ന് നിലവിളി കേട്ടതിനെ തുടർന്ന് അയൽക്കാർ ഫ്ളാറ്റിലെ സെക്യൂരിറ്റി വിവരം അറിയിക്കുകയായിരുന്നു. ഈ വിവരം കുവൈത്ത് ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ഓപ്പറേഷൻ റൂമിൽ ലഭിച്ചതിന് പിന്നാലെയാണ് ഈ ഫാർവാനിയ പോലീസ് സ്ഥലത്ത് എത്തിയത്. പോലീസ് സ്ഥലത്തെത്തി ഫ്ളാറ്റിലെ വാതിൽ മുട്ടി. ആരും വാതിൽ തുറക്കാതെ വന്നതോടുകൂടി പബ്ലിക് പ്രോസിക്യൂട്ടറുടെ അനുമതിയോടുകൂടി വാതിൽ തകർത്താണ് പോലീസ് അകത്ത് പ്രവേശിച്ചത്. അതേസമയം പോലീസും പബ്ലിക് പ്രോസിക്യൂട്ടറും മൃതദേഹങ്ങൾ പരിശോധിച്ചു. തുടർ നടപടികൾക്കായി അപകട സ്ഥലത്ത് നിന്നുള്ള വിരലടയാളങ്ങൾ അടക്കമുള്ളവ ശേഖരിച്ചു. ഇവയിലൊന്നും തന്നെ മൂന്നാമതൊരാളുടെ ഇടപെടൽ ഉണ്ടായിട്ടില്ല. ഭാര്യയും ഭർത്താവും മാത്രമായിരുന്നു ആ വീട്ടിൽ ഉണ്ടായിരുന്നത്. മക്കള് കഴിഞ്ഞ ഒരു വർഷത്തിന് ശേഷം, അതായത് ഇനി അവർ ഓസ്ട്രേലിയയിലേക്ക് മാറാനിരിക്കുകയായിരുന്നു. ഇന്നാണ് ഓസ്ട്രേലിയയിലേക്ക് പോകാനായി ഇരുന്നത്. പക്ഷേ ഇന്ന് അവർ നാട്ടിലെത്തുകയും മൃതശരീരങ്ങളായി നാട്ടിലെത്തുകയും സംസ്കാരം നടക്കുകയുമാണ് ചെയ്യുന്നത്. ഫോറൻസിക് പരിശോധനയ്ക്ക് ശേഷമായിരിക്കും മൃതദേഹം നാട്ടിലേക്ക് എത്തിയിരിക്കുന്നത്. എംബാം ചെയ്ത മൃതദേഹമാണ്. എന്തായാലും ഏറെ സന്തോഷത്തോടുകൂടി ഓസ്ട്രേലിയയിലേക്ക് ജീവിതം പറിച്ചു നടാനിരുന്ന സാഹചര്യത്തിലാണ് ജീവിതങ്ങൾ മറ്റൊരു വഴിയിലേക്ക്, ജീവിതം എന്നേക്കുമായി ഇല്ലാതെയാക്കപ്പെടുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുന്നത്. എന്നും ഭാര്യയോടൊപ്പം മക്കളോടൊപ്പം ജീവിക്കാനാണ് ഈ പറയുന്ന ഇയാൾ ആഗ്രഹിച്ചിരുന്നത്, സൂരജ് ആഗ്രഹിച്ചിരുന്നത്. പക്ഷേ എവിടെയൊക്കെയോ അവരുടെ ജീവിതത്തിൽ താളപ്പിഴവ് സംഭവിക്കുകയായിരുന്നു. പ്രവാസി കൂട്ടായ്മകളിലും ഒക്കെ തന്നെ വളരെ വലിയ രീതിയിൽ സന്തോഷത്തോടു കൂടി നിന്നിരുന്ന കൂട്ടരാണ്. വളരെ ആക്റ്റീവായി നിന്നിരുന്ന ദമ്പതികളാണ്. മാതൃകാ ദമ്പതികളായിരുന്നു. പക്ഷേ ആ മാതൃകാ ദമ്പതികളാണ് ചേതനയറ്റ ശരീരമായി തങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത് എന്ന പ്രവാസി സുഹൃത്തുക്കൾക്ക് ഒരു നിമിഷം കൂടി ചിന്തിക്കാൻ കഴിയുന്നതിനും അപ്പുറമായിരുന്നു. ദിവസങ്ങൾക്ക് മുൻപാണ് കീഴിലം സ്വദേശിയായ ബിൻസിയും ഭർത്താവ് കണ്ണൂർ സ്വദേശി സൂരജും മക്കളെ നാട്ടിൽ നിർത്തി തിരിച്ച് കുവൈറ്റിലേക്ക് എത്തിയത്. കീഴിലം മണ്ണൂർ കൊഴൂർ കടക്കയം തോമസിന്റെയും അന്നമ്മയുടെയും മകളാണ് ബിൻസി. കീഴിലത്തിന് സമീപത്തുള്ള കുന്നിക്കുരുടിയിലായിരുന്നു കുടുംബം ആദ്യം താമസിച്ചിരുന്നത്. പിന്നീടാണ് കീഴിലത്തേക്ക് മാറിയത്. ദമ്പതികൾക്ക് 7ഉം 4ഉം വയസ്സുള്ള 2 കുട്ടികളാണ് ഉള്ളത്. എഡ്വിനും സാറയും എന്നാണ് കുട്ടികളുടെ പേരുകൾ. ഓസ്ട്രേലിയയിലേക്ക് കുടിയേറാൻ എല്ലാം സജ്ജീകരിക്കുന്നതിനിടയിലാണ് ഈ സംഭവം നടന്നത്. ബിൻസിയുടെ മൃതദേഹം കഴുത്തറത്ത നിലയിലാണ് കാണപ്പെട്ടത്. ഹാളിൽ രക്തം തളം കെട്ടി നിലയിലാണ് കാണപ്പെട്ടത്. ഭാര്യയെ കഴുത്തിൽ മുറിവേൽപ്പിച്ച് കൊലപ്പെടുത്തിയ ശേഷം ഭർത്താവ് ആത്മഹത്യ ചെയ്തു എന്നാണ് പോലീസിന്റെ നിഗമനം. അതിനുശേഷം സൂരജ് സ്വയം കുത്തി മരിക്കുകയായിരുന്നു. ഭാര്യയെ കൊലപ്പെടുത്തിയ ശേഷം സൂരജ് ആരെങ്കിലും വിളിക്കാൻ ശ്രമിച്ചിരുന്നോ എന്നറിയാൻ പോലീസ് സൂരജിന്റെ ഫോൺ രേഖകൾ പരിശോധിച്ചിരുന്നു. എന്നാൽ അതുമായി ബന്ധപ്പെട്ട മറ്റ്, അതായത്
ത്തക്ക വിധത്തിലുള്ള കാര്യങ്ങളൊന്നും തന്നെ ലഭിച്ചിട്ടില്ല എന്നാണ് മനസ്സിലാകുന്നത്. ദീർഘകാലം പ്രണയം സാഫല്യമായിരുന്നു ഇരുവരുടെയും വിവാഹം. അതായത് നന്നായി പഠിക്കുമായിരുന്നു ഇരുവരും. പക്ഷേ സൂരജിന് സാമ്പത്തികപരമായി കുറച്ച് സൂരജ് പിന്നോട്ട് നിന്നാൽ തന്നെ ഈ ബിൻസിയാണ് സൂരജിനെ സഹായിച്ചത്. നോക്കുകയാണെങ്കിൽ സാമ്പത്തികപരമായി ഇവർക്ക് മറ്റു ബുദ്ധിമുട്ടുകളൊന്നുമില്ല. ഓസ്ട്രേലിയയിൽ പോയാലും വളരെ മികച്ച ജീവിതമാണ് അവർക്ക് ഓസ്ട്രേലിയയിലുമുള്ളത്. ഇനി കുവൈറ്റിൽ നോക്കിയാലും ഒരു സാധാരണ പ്രവാസിക്ക് അല്ലെങ്കിൽ അത്യാവശ്യം നല്ല നിലയിൽ നിൽക്കുന്ന പ്രവാസിക്ക് ലഭിക്കുന്ന എല്ലാ പരിരക്ഷയും എല്ലാ സുഖ സൗകര്യങ്ങളോട് കൂടിയാണ് ഇവർ താമസിച്ച് വന്നിരുന്നത് എന്നാണ് വ്യക്തമാകുന്നത്. പക്ഷേ എന്തൊക്കെയുള്ള കല്ലുകടി, അത് പ്രധാനമായും പറയുന്നത് ബിൻസിക്ക് മറ്റ് ബന്ധമുണ്ടായിരുന്ന തരത്തിലുള്ള ആക്ഷേപമൊക്കെ തന്നെ ഉയർന്നിരുന്നു. എന്നാൽ അത്തരമൊരു ബന്ധത്തിലേക്കൊന്നും തന്നെ കാര്യങ്ങൾ പോയിട്ടില്ല. ഇവർ തമ്മിലുള്ള വഴക്ക് സ്വാഭാവികമായിരുന്നു, എല്ലാ ദിവസവും ഉണ്ടായിരുന്നു. അത് മൃഗീയമായ രീതിയിലൊക്കെ തന്നെ ഇവർ വഴക്കിടുമായിരുന്നു. മാത്രമല്ല ഈ ക്ഷിപ്രകോപിയാണ് ഈ പറയുന്ന സൂരജ്. അതിൻ്റെയൊക്കെ തന്നെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമായിരിക്കും. അതായത് ഈ ദേഷ്യം നമ്മളെ ദേഷ്യം പലപ്പോഴും കൺട്രോൾ ചെയ്യുന്നത്, അതായത് മനുഷ്യൻ വേണം ദേഷ്യത്തെ കൺട്രോൾ ചെയ്യാൻ, അല്ലെങ്കിൽ ദേഷ്യമല്ല മനുഷ്യനെ കൺട്രോൾ ചെയ്യാൻ എന്ന് പറയാറുണ്ട്. സാധാരണഗതിയിൽ ഇവിടെയൊക്കെ തന്നെ പല കൊലപാതകം നടക്കുമ്പോൾ നമ്മൾ ആദ്യം പറയുന്നത് ലഹരിക്ക് അടിമയായിട്ടാണ് ചെയ്യുന്നത് എന്നാണ്. എന്നാൽ ലഹരിക്ക് അടിമയല്ല. ഒരു ലഹരിയും ഉപയോഗിക്കാത്ത ചില മനുഷ്യന്മാരുടെ സ്വഭാവം തന്നെയാണ് അവരുടെ ശത്രുക്കൾ എന്ന് എപ്പോഴും പറയാറുണ്ട്. ഇവിടെ നമുക്ക് അതാണ് കാണാൻ സാധിക്കുന്നത്. ഇയാൾ മദ്യപിക്കുമെന്നോ മറ്റ് ലഹരി ഉപയോഗിക്കുമെന്നോ ഒന്നും തന്നെ പറഞ്ഞിട്ടില്ല. അയാൾ ലഹരിക്ക് അടിമയുമല്ല. പക്ഷേ ഇങ്ങനെ ഒരു കൊലപാതകം, തന്നെ ഏറെ സ്നേഹിച്ച ഭാര്യയെ കൊന്നു തള്ളാൻ മാത്രമുള്ള വൈരാഗ്യം ഇയാളുടെ മനസ്സിൽ ഉണ്ടായിരുന്നല്ലോ. ആ വൈരാഗ്യത്തിന്റെ കാരണം എന്തായിരുന്നു എന്ന ഒരു ചോദ്യവും കൂടിയാണ് ഉയർന്നു വരുന്നത്. എന്തായാലും നിലവിൽ ഏതായാലും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇവരുടെ മൃതശരീരങ്ങൾ ഇരുവരുടെയും നാട്ടിലെത്തിച്ചിട്ടുണ്ട്. ഒരുമിച്ച് അടക്കണമെന്നാണ് സൂരജിന്റെ ആഗ്രഹം, അല്ലെങ്കിൽ ഒരുമിച്ച് വേണമെന്നാണ് ആഗ്രഹം. പക്ഷേ അത് സാധിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. എന്തായാലും എറണാകുളത്തും കണ്ണൂരുമായിട്ടാണ് ശരീരങ്ങൾ രണ്ടും രണ്ട് വീട്ടിലേക്ക് കൊണ്ടുവരാൻ സാധ്യത. ആ മക്കൾക്ക് അവസാനമായി ഒരു നോക്ക് കാണണമെന്നുണ്ട് രണ്ടുപേരെയും ഒരുമിച്ച്. എന്താണ് എന്ന് തിരിച്ചറിയാൻ പോലും കഴിയാത്ത സാഹചര്യത്തിലാണല്ലോ കുട്ടികളൊക്കെ ഉള്ളത്. LKG പഠിക്കുന്ന മകളാണ്. മകൾ അമ്മയെ തിരക്കും. മോനും 1 വയസ്സുകാരനായ മോനും അവനും അമ്മയും അച്ഛനെയും തിരക്കും. പക്ഷേ എവിടെ എന്ന് പറഞ്ഞവർ അവരെ ആശ്വസിപ്പിക്കുമെന്നൊരു ചോദ്യമാണ് ഉയരുന്നത്.